അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റഫീഖാണ്. ഞാൻ ഒരു വർഷത്തോളമായി ലിവർ ക്യാൻസറിൽ ട്രീറ്റ്മെൻറ്റിലാണ്. കീമോതെറാപ്പി കഴിഞ്ഞ് 12 ഇനിയിപ്പോൾ ഒരു 2 മാസത്തിന് മുകളിലായി ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പിക്കൊന്നും പോയിട്ടില്ല. പിന്നും 12 കീമോതെറാപ്പിയും സ്പെഷ്യൽ ഇഞ്ചക്ഷനും എല്ലാം കൊണ്ടുവരുന്ന സ്കാനിങ് ലിവർ ക്യാൻസറാണ്. അപ്പം എല്ലാവരും ഒന്ന് ചേർത്ത് പിടിക്കണം, എല്ലാവർക്കും സഹായിക്കണം. ഒരുപാട് കാലം ജോലി ചെയ്ത ആളായിരുന്നു ഹോട്ടലിൽ. ഇപ്പൊ ജോലി ചെയ്യാനൊന്നും പറ്റുന്നില്ല. എല്ലാവരും സഹായിക്കണം. ഒരു ദിനത്തില്ല വീഡിയോ വന്നത് എല്ലാവരും സഹായിക്കണം. പേഷ്യന്റാണ്. എന്റെ ഭർത്താവിനെ എല്ലാവരും സഹായിക്കണം. 8 മാസമായി കീമ കൊടുക്കുന്നത്. ഇനി 12 കീമ വേണമെന്നാ പറയുന്നത്. എനിക്ക് ഒരു ആൺകുട്ടിയില്ല. എനിക്കൊരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ഞാന് വീടിന്റെ മുന്നിൽ വരുന്നുണ്ടായിട്ടില്ല. വാടക പെരക്കാനുള്ളത് 3 മാസമായി വാടക കൊടുക്കാതെ. എന്റെ ഭർത്താവ് ഹോട്ടൽ പണിയെടുക്കുന്നുണ്ടായി. എന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരു ഭർത്താവായിരുന്നു. ഇപ്പൊ ജോലിക്കൊന്നും പോവുന്നില്ല. ഇനിയും കീമ ചെയ്യണമെന്നാ പറയുന്നത്. എന്റെ മോന് തന്നെ കടന്നു ഉറക്കം വരുന്നില്ല. കുഞ്ഞിനെ വിചാരിച്ചിട്ട് ഉമ്മാനെ നോക്കുന്ന മോനെ. സത്യത്തില് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്കറിയുന്നില്ല പ്രിയപ്പെട്ടവരെ. ഗതികേട് കൊണ്ട് നിവൃത്തികേട് കൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് പ്രിയപ്പെട്ടവരെ. നല്ല ഇസ്സത്തോടെ ജീവിച്ച എന്റെ നാട്ടുകാരനായ, ഞാൻ ഒരുപാട് കാലം കണ്ട പ്രിയപ്പെട്ട റഫീഖ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ന് മാരകമായ ക്യാൻസർ ബാധിച്ചിട്ട് വർഷങ്ങളായി. പല കുടുംബത്തിന്റെ സഹായം കൊണ്ടും ആരുടെ മുമ്പിൽ കൈ നീട്ടാൻ പാടില്ല. ഒരു മകളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. അവരെ മുമ്പിലൊക്കെ എന്റെ ഇസ്സത്ത് പണയപ്പെടുത്താൻ പാടില്ല എന്ന് പിടിച്ചു നിന്ന ഒരു ചെറുപ്പക്കാരൻ. ആൺമക്കളില്ല, ഒരു മകളേ ഉള്ളൂ, ആരുമില്ല. ഈ സഹോദരിയുടെ കണ്ണീര് കണ്ട നിങ്ങള് പ്രിയപ്പെട്ടവരെ, നമ്മൾ വെറുതെ എന്തെങ്കിലും പറയല്ല. ഇന്ന് ചികിത്സിക്കാനല്ല, ഒന്ന് ഭക്ഷണത്തിന് പോലും ഞാൻ വെറുതെ പറയല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ നാവിന് അല്ലാഹു അദാബ് തരട്ടെ. ഞാൻ അത്രത്തോളം പറയാണ്. ഭക്ഷണത്തിന് പോലും വലിയ പ്രയാസം, മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടേണ്ട, യാചിക്കേണ്ട ദയനീയ അവസ്ഥയാണ് പ്രിയപ്പെട്ട ഈ എന്റെ സഹോദരൻ. ഞാൻ ഒരുപാട് കാലം കണ്ടിരുന്ന ഒരു ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന, പല ഹോട്ടലുകളിൽ ജോലി ചെയ്തിരുന്ന ഒരു പ്രിയപ്പെട്ടവനാണ്. പലപ്പോഴും ഞങ്ങൾ ഹോട്ടലുകളിലൊക്കെ ചെല്ലുമ്പോ നിറപുഞ്ചിരിയോടെ ഒരു യുവാവ് നമുക്ക് ഭക്ഷണം തന്നുകൊണ്ടിരുന്ന, ഞാൻ നേരത്തെ അറിയുന്ന ഒരു പ്രിയപ്പെട്ടവനാണ്. ഭീമമായ സംഖ്യ വേണം. നമുക്ക് ചെറുതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു വലിയ സംഖ്യയാണ്. ഏകദേശം 15 ലക്ഷത്തിന് മുകളിൽ എസ്റ്റിമേഷൻ കൊടുത്തിട്ടുണ്ട്. ക്യാൻസറാണ്, മാരകമായ ക്യാൻസറാണ് പ്രിയപ്പെട്ട ഈ ചെറുപ്പക്കാരൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും ഇല്ല പ്രിയപ്പെട്ടവരെ. ഈ ചെറുപ്പക്കാരന്, ഈ സഹോദരിക്ക്, ഇവരുടെ ആങ്ങളമാർ പറ്റുന്ന നിലക്കൊക്കെ, അവരെ കൊണ്ട് പറ്റുന്ന നിലക്കൊക്കെ സഹായിച്ചിട്ട് തന്നെയാണ് ഇതുവരെ ചികിത്സിച്ചത്. ഇത് മഹലിന്റെ കത്താണ്. 100% അർഹതപ്പെട്ട ഒരു കുടുംബമാണ്. കൊടക് ജില്ലയിലെ കുശാൽ നഗർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ഈ പ്രിയപ്പെട്ടവൻ വിറ്റുപുറത്ത് ചികിത്സിക്കാൻ ഒരു തരി ഭൂമി പോലും ഇല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, നിങ്ങൾ സഹായിക്കണം. ഗതികേട് കൊണ്ട് നിവൃത്തികേട് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കുടുംബം, ആ തന്റെ ഉമ്മയൊക്കെ പൊട്ടിക്കരഞ്ഞിട്ട് എന്റെ മോനെ വന്ന് രക്ഷപ്പെടുത്തോ എന്ന് ചോദിച്ചിട്ട് നമ്മളെ മുമ്പിൽ വന്ന് വല്ലാത്ത സങ്കടാണ്. സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ടവനാണ്. എല്ലാരും സഹായിക്കും, ടെൻഷൻ അടിക്കല്ലേ. നിങ്ങൾ രോഗിയായിട്ട് ടെൻഷൻ അടിച്ചാൽ കൂടുതലാവും. നമുക്ക് പണല്ലേ, ജനങ്ങളെ സഹായിക്കും. എത്രയോ രോഗികളെ സഹായിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ജനങ്ങൾ ചേർത്ത് പിടിക്കും. സങ്കടം ഞാൻ ചോദിക്കും, എന്തെങ്കിലും വേണോ റഫീഖ, എന്തെങ്കിലും സഹായിക്കണോ ചോദിക്കുമ്പോ, വർഷങ്ങളായി പ്രിയപ്പെട്ടവൻ ക്യാൻസർ ഉണ്ടായിട്ടും ഒന്നും വേണ്ട ഉസ്താദെ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം ഉസ്താദെ, എന്നൊന്ന് രക്ഷപ്പെടുത്തണം. എനിക്കൊരു മകളുണ്ട്, മകളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. ആ കുടുംബത്തിന്റെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും
ഒരു യാചകനാകാൻ പാടില്ല എന്ന് ഇതുവരെ പിടിച്ചു നിന്നതാണ്. എനിക്ക് ഇസ്സത്തോടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പൊ വന്നു. കടായിട്ട് കടക്കാർക്ക് കടം കൊടുക്കാൻ എന്റെ കയ്യിലില്ല. പലിശക്ക് പോയി എടുത്ത് ചികിത്സിച്ചാൽ ഫലമാകുമോ ഉസ്താദെ എന്ന ആ പ്രിയപ്പെട്ടവന്റെ ഒരു ചോദ്യം വല്ലാത്തൊരവസ്ഥയാണ്. ആ ഉമ്മ അവർക്കൊക്കെ മുഖം കാണിച്ചു വരുമ്പോ വലിയ വിഷമവും വലിയ ഇതൊക്കെ അനുഭവിക്കാൻ നിവൃത്തിയില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് എന്റെ കയ്യിൽ ചെയ്യാൻ പറ്റുന്നത് ഇത് മാത്രമാണ്. ഒന്നോ നിങ്ങളെല്ലാവരും സഹായിക്കണം. റഫീഖാന്റെ പേരിലുള്ള സ്കാനറും ബുഷ്ര എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ടും ഗൂഗിൾ പേ ഇതിൽ വെക്കുന്നത് പരമാവധി നിങ്ങൾ സ്കാനർ വഴി സഹായിക്കണം. വല്ലാത്തൊരവസ്ഥയാണ്. നിവൃത്തികേട് കൊണ്ട് ഈ താമസിക്കുന്ന വീട് പോലും വാടക വീടാണ്. ഈ റഫീഖ് ഭായി എൻ്റെ ഒരു ചങ്ങയാണ്, കുറെ കാലമായിട്ട് അറിയുന്ന ആളാണ്. ഒരു ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ട് പെട്ടെന്നൊരു അസുഖം പെട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ആ കുടുംബം. അപ്പോൾ അവർക്കൊരു ചികിത്സയ്ക്ക് വേണ്ടി മഹലുകാരും നാട്ടുകാരെല്ലാം സഹായിച്ച് ഒരുമാതിരി പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കീമോ മറ്റുള്ള ഹോസ്പിറ്റൽ ചിലവിന് വലിയൊരു ബില്ല് തന്നിട്ടുണ്ട്. 15 ലക്ഷത്തോളം മറ്റുള്ള ചികിത്സയ്ക്ക് ചിലവുണ്ട്. അപ്പോൾ അയാൾക്ക് കുടുംബത്തിലും പ്രാരബ്ധങ്ങളും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അപ്പോൾ നല്ലവരായ നാട്ടുകാരെല്ലാവരും കൂടി ഒന്ന് നല്ലൊരു നിലക്ക് സഹകരിക്കണം. കാരണം ഇപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടിലാണ്, ചിലവും കാര്യങ്ങളും നടക്കുന്നത്, പല വാടിക വരലുള്ളത്. എല്ലാവരും ഒന്ന് സഹകരിക്കുക. അസ്സലാമു നമ്മളെ റഫീഖ് ഭായിക്ക് കുറേ കൊല്ലത്തിന് ക്യാൻസർ പ്രശ്നമായി അവർ ചികിത്സ ചെയ്യുന്നുണ്ട്. ഇന്നും അവർക്ക് 15 ലക്ഷത്തിൻ്റെ ഇഞ്ചക്ഷനും ഒക്കെ. അതുകൊണ്ട് ഈ വീഡിയോ ചെയ്ത് വേണ്ടി എല്ലാ മാതിരിയും സഹായിക്കണം എന്ന് ഞാൻ എല്ലാവരോടും